എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ആനക്കുളത്താണുള്ളത്. ഇവിടെ ഞാനിപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. വെള്ളച്ചാട്ടത്തിൻ്റെ പേര് നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടമാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ മനോഹര കാഴ്ചയാണ് കണ്ടത്. മലനിരകളുടെ ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒക്കെ. ഇങ്ങോട്ടാണ് നമ്മൾ മൂന്നാറും ഒക്കെ. അപ്പോൾ അതിൻ്റെ മലനിരകളായിരിക്കാം ഇപ്പോൾ കാഴ്ച. അപ്പോൾ ആനക്കുളം തന്നെയാണുള്ളത്. മാങ്കുളത്തേക്ക് പോവുക. ഈ സ്ഥലമാണ് നമ്മുടെ കുവൈറ്റ് സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്തിൻ്റെ ഭാഗമായത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ആനക്കുളത്താണുള്ളത്. ഇപ്പോൾ ഞാൻ ഈ നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം കാണാൻ പോവാണ്. നടന്നു പോകുന്നു. ഇവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി ഹൈറ്റിൽ കയറി പോകണം. അപ്പോൾ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. കാരണം നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഞാൻ നടന്ന് ചെല്ലുകയാണ്. 1.5 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞ് പോയി നോക്കാം. ഞാനിപ്പോൾ നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്താറേതാണ്ട. അതാണ് വെള്ളച്ചാട്ടം. സ്വല്പം കൂടി നടന്നാൽ വെള്ളച്ചാട്ടമാണ്. നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം. ഇതിലൂടെ നടന്ന് ഞാനിതാ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഭയങ്കര കഠിനം തന്നെയാണ്. കാരണം വെള്ളത്തിലൂടെ നടന്നു വേണം നമുക്കിവിടെ എത്താൻ. അതിൻ്റെ മുകളിലാണ് വെള്ളച്ചാട്ടമുള്ളത്. എന്താ ഗുഹ. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ആ വെള്ളച്ചാട്ടം നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം. നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം ഒരു ഗുഹയാണ്. ഇതാണ് നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം. ഇത് അത്ര എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന വെള്ളച്ചാട്ടമല്ല. സ്വല്പം കാടിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ പോകാൻ കുറച്ച് റിസ്ക്കും എടുക്കണം. പാറക്കെട്ടിലൂടെയൊക്കെ നടക്കണം.
അതാണ് എൻ്റെ കാഴ്ചകൾ. ഓക്കെ, നക്ഷത്രക്കുത്ത് വെള്ളച്ചാട്ടം കണ്ടു. പക്ഷേ ദയവ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ സ്കൂട്ടി അധികം കൊണ്ടുവരരുത്. വൻ റിസ്ക്കാണ്. നല്ലോണം അറിയുന്നവർക്കേ ഇതിൻ്റെ മുകളിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ. കാരണം നല്ല ഇറക്കാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇതിന് മുകളിൽ കയറി പോയാൽ മതി. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു. ലൈക്കും ഷെയർ സബ്സ്ക്രൈബും തരാം. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ബൈ.